മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ വിദേശ രാജ്യങ്ങളിൽ നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ സുവിശേഷക പ്രവർത്തക കൊല്ലത്ത് പിടിയിൽ. കോട്ടയം പാമ്പാടി സ്വദേശിനി ജോളി വർഗീസാണ് പിടിയിലായത്. കൊല്ലത്ത് നിന്ന് ചേരുന്നത് സുജിത് സുരേന്ദ്രനാണ്. സുജിത്തെ, ഇതെന്താണ് സംഭവിച്ചത്? ഇപ്പോൾ സുവിശേഷ പ്രവർത്തനം എന്ന രീതിയിൽ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് തട്ടിപ്പ്, അങ്ങനെയായിരുന്നോ? ക്രിസ്റ്റീന, സ്മിത, പ്രവിത, ഗുഡ് ഈവനിങ്. 2022 ഇവർ അഞ്ചൽ മണ്ണൂരിൽ സുവിശേഷ പ്രവർത്തകയായി പ്രവർത്തിച്ചിരുന്ന സമയത്താണ് മണ്ണൂർ സ്വദേശികളായ 3 പേരിൽ നിന്നും 28 ലക്ഷം രൂപ വിദേശത്തേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയത്. അത് 2 ലക്ഷം രൂപ മുതൽ ഏതാണ്ട് 3 ലക്ഷം രൂപ വരെ പ്രതിമാസം ശമ്പളമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ തട്ടിപ്പ്. കോതമംഗലത്ത് പ്രവർത്തിക്കുന്ന ഗ്രേസ് ഇന്റർനാഷണൽ റിക്രൂട്ടേഴ്സ് UK ആൻഡ് ഇന്ത്യ എന്ന സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു ഇവർ തട്ടിപ്പ് നടത്തിയത്. പണം നഷ്ടപ്പെട്ടവരുടെ പരാതിയിൽ അഞ്ചൽ പോലീസ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ടാണ് കേസ് അന്വേഷിച്ചത്. ആ അന്വേഷണത്തിൽ ഇതിലെ 1ാം പ്രതിയായിട്ടുള്ള തോമസ് രാജനെ തിരുവല്ലയ്ക്കടുത്തുള്ള ലോഡ്ജിൽ നിന്നും നേരത്തെ പിടികൂടിയിരുന്നു. അങ്ങനെ അതിൽ അയാൾ ഇപ്പോൾ റിമാൻഡിലാണുള്ളത്. അന്ന് ഒളിവിൽ പോവുകയായിരുന്നു ഈ ജോളി വർഗീസ്. ജോളി വർഗീസിനെ ഇന്ന് പത്തനംതിട്ട കുഴിക്കാലയിൽ നിന്നുമാണ് അഞ്ചൽ പോലീസ് പിടികൂടിയത്. പത്തനംതിട്ട കുഴിക്കാലയിൽ പ്രവർത്തിക്കുന്ന സിലോൺ പെന്തക്കോസ്റ്റ് സഭയിലെ സുവിശേഷ പ്രവർത്തകയാണ് ജോളി വർഗീസ്. ഇവർ കോതമംഗലം, മുണ്ടക്കയം, നെടുങ്കണ്ടം, മരുതമംഗലം തുടങ്ങി വിവിധ പോലീസ് സ്റ്റേഷനുകൾ ഇവർക്കെതിരെ നിരവധി കേസുകളാണ് ഉള്ളത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിലും പിന്നെ ഈ പ്രതികളുടെ മൊബൈൽ ഫോണൊക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ബർമയിലും UK ഒക്കെ ഇവർ ജോലി തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് നിരവധി ആളുകളിൽ നിന്നും ഏതാണ്ട് കോടികൾ തട്ടിച്ചതായിട്ടാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പ്രതി അഞ്ചൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോഴുള്ളത്. അവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്ന് അറിയുന്നു. ഒപ്പം മറ്റ് 2 പ്രതികൾ കൂടി ഈ പിടിയിലാകാനുണ്ട്. കോതമംഗലം സ്വദേശികളായ ഹെൻറി, ബേബി വർക്കി എന്നിവരാണ് ഇനി പോലീസിന്റെ പിടിയിലാകാനുള്ളത്. ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്.